ഏതായാലും അൽഹംദുലില്ലാ നമ്മുടെ ഈ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അദീം മഹാനവറുകളുടെ സ്മരിക്കുന്ന മജ്ലിസിലാണ്. അവരൊക്കെ സ്മരിക്കാനുള്ള കാരണം 5 വക്ത് നിസ്കരിച്ചു, പള്ളികളുണ്ടാക്കി, മദ്രസകളുണ്ടാക്കി, ദീനീ ഖിദ്മകൾ ചെയ്തു. ഇതാണ് അവരുടെ ക്വാളിറ്റി. അപ്പൊ നമ്മളൊക്കെ അങ്ങനെയാവണം. ചില ആളുകളൊക്കെ ഔലിയാകുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാതിരിക്കുക എന്നാണ് മനസ്സിലാക്കി. ഔലിയാകുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാതിരിക്കുക, പിന്നെ ഒരു 8 മോതിരം ഇങ്ങനെ കയ്യും വേണ്ട 8 മോതിരം വെറ്റിലൊക്കെ ഇരുന്ന് കണ്ട് അങ്ങനെ വെള്ള കാറുമ്പൊക്കെ കണ്ട് തുപ്പുക. അപ്പോൾ ഔലിയാകുക. ഓനൊക്കെ തല്ലാനാ ഞാൻ ഈ പടിയിട്ട് വന്നത്. അങ്ങനത്തെ ഔലിയാക്കന്മാരുണ്ട്. അങ്ങനത്തെ ഔലിയാക്കന്മാർ അത് ചില ആളുകൾ നിസ്കരിക്കാതിരിക്കണം. നിസ്കരിക്കണ്ട എന്ന് പറയുന്ന ഓൻ ഔലിയ അറിയാം. ഔലിയ എന്ന് പറഞ്ഞ സാധനം തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി മാറുക എന്ന് പറഞ്ഞാൽ ഫറലായ കാര്യങ്ങൾ മുഴുവനും ചെയ്തു, സുന്നത്തായ കാര്യങ്ങൾ വീണ്ടും ചെയ്തു, വീണ്ടും സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുമായി അടുക്കുമ്പോഴാണ് അള്ളാഹുമായി അടുത്ത ആൾ എന്ന് അവനെ പറ്റി പറയാം. ഞമ്മക്കിപ്പോ ഇശംസ്കരിക്കാൻ തന്നെ മടിയാ. പിന്നെ ഇശംസ്കരിക്കാൻ നമ്മൾ എങ്ങനെയോ ഇടങ്ങേറായി. പെണ്ണുങ്ങളെ വരിക്കൊക്കെ വിരുന്ന് പോകുമ്പോൾ അമ്മോശാക്കാനെ മുമ്പ് നിന്നൊക്കെ ഈ പെണ്ണ് നിലന്ന് പോകാൻ ചിലപ്പോൾ സുന്നത്തൊക്കെ 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നെ നമ്മളുടെ പിന്നെ 2 റക്അത്ത് വേറെ സ്കരിച്ചിന് വേറെ പണിയൊന്നുമില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളെ പറ്റിയൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവരൊക്കെ അങ്ങനെ ജീവിച്ചു. അവരുടെ ഏറ്റവും വലിയ നല്ല പ്രവർത്തനം പള്ളിയും മദ്രസകളും ദീനീ ഖിദ്മകളും ദർസുകളും ഒക്കെ ഉണ്ടാക്കി. നമ്മുടെ കോഴിക്കോട് മർക്കസ് നിൽക്കുന്ന സ്ഥലം ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി AP ഉസ്താദ് ഇങ്ങനെ പള്ളി സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ അവിടെ തേക്കിൻ ചോട്ടിൽ അവിടെ ഉണ്ട് ഒരു സ്ഥലം എന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുകയും സ്ഥലം കച്ചവടമാക്കുകയും ഒരു കല്ലെടുത്ത് എറിഞ്ഞ് ആ സ്ഥലം മുഴുവനും നമുക്ക് വാങ്ങാനുള്ളതാണെന്ന് പറയുകയും ആ സ്ഥലം മുഴുവനും വാങ്ങുകയും ചെയ്തു. പിന്നീട് അവർ പറയാത്ത ഒരു സ്ഥലം വാങ്ങി. ആ സ്ഥലമാണ് മുടങ്ങിയത്. ആ സ്ഥലം മുടങ്ങി, റോഡ് പിന്നെ മാറി ഉണ്ടാക്കി. അതൊക്കെ ആ സ്ഥലമാണ്. അപ്പൊ അതാണ് മഹാന്മാരാകുന്ന ആളുകൾ. അപ്പൊ അവരുടെ പേരിൽ ഇവിടെ അൽഹംദുലില്ലാ നമ്മളെ നല്ല ദർസ് ഒക്കെ നടക്കുന്നുണ്ട്. ആ ദർസിന്റെ ഉദ്ഘാടനം അൽഹംദുലില്ലാ ഇവിടുന്ന് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നടക്കും. അല്ലാഹു തആല നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ജാഫർ കോയ തങ്ങളുടെ മോനാണത്. അല്ലാഹു തആല ജാഫർ തങ്ങളുടെ ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ സവാബ് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. ഞാനിങ്ങനെ വടായി പറയും, അമ്മൂപ്പർക്കും ഇങ്ങനെ ചിരിച്ചു കുതിർക്കും. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇടമുറക്ക് ശിഹാബ് സഖാഫി മൂപ്പര് മരിച്ചുപോയി. അല്ലാഹു മൂപ്പർക്കും അപ്പുറത്ത് കൊടുക്കട്ടെ. മൂപ്പര വീടിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്, ഫണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അന്ന് മൂപ്പര സ്ഥാപനത്തിൽ പരിപാടിക്ക് പോയപ്പോ തങ്ങളാപ്പി ഉണ്ടായിനി അവിടെ. അങ്ങനെ എൻ്റെ വലത്തേ ഭാഗത്തുണ്ട്. ഞാൻ ഫസ്റ്റ് ദുആ വരപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി, സുഖമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞല്ല, ഞാൻ കഴിഞ്ഞിട്ടേ പോകുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം പോകാൻ ഞങ്ങളെ കൊണ്ട് വരപ്പിച്ചു വിട്ടതേ. അങ്ങനെ കുറെ അവിടെ തക്കാഫുൽ 25 തക്കാഫുലൊക്കെ ഉണ്ടാക്കി. തആവുന് തക്കാഫുലല്ല, തക്കാഫുൽ മർക്കസിന്റെ തആവുന്. അപ്പൊ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പോയി. ഇപ്പോ ഇല്ല നമ്മളെ കൂട്ടത്തിൽ. അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് സയ്യിദന്മാര്, നമ്മളെ ഉള്ളാളത്തെ പാപ്പന്റെ പെങ്ങളുട്ടിയല്ലേ, മോളെ കുട്ടി. അപ്പൊ മൂപ്പര് പെരപ്പണിയിലാണ്. അപ്പൊ കഴിഞ്ഞൂറി വന്നപ്പോ ഇപ്പൊ പെരക്കായണ്. ഇനി ഇൻഷാ അല്ലാഹ് ചെറിയ ഒരു നമ്പർ കൂടി കിട്ടാനുള്ള അത് ശരിയാവും. അല്ലാഹു തആല വേഗം അതിന്റെ എല്ലാ കാര്യങ്ങളും റാഹത്തായി പരീ കൂടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ മൂപ്പർക്കും കൂടി അങ്ങനെ തോന്നണം. എനിക്ക് മാത്രം തോന്നിയൊരു കാര്യമല്ല, എനിക്ക് മാത്രം തോന്നിയൊരു കാര്യമില്ല, തങ്ങൾക്കും കൂടി തോന്നണം. തോന്നിയില്ല നിങ്ങൾക്ക്? ഇപ്പൊ തോന്നി. മുമ്പരങ്ങനെ വേറെ ഹാല, ഒക്കെ ഹാലുള്ളോല. അവിടെ സ്റ്റേജുമ്പോൾ മൊത്തം ഹാലിലോല. ഞാനിന്ന് വേറെ ഹാലില്ല, അത് മൊത്തത്തിൽ ഹാല. അതുകൊണ്ട് വേഗം പോകാൻ നമുക്ക്. എല്ലാവരും ഹാലും കൂടി കഞ്ചുമ്പത്തിന് പ്രശ്ന. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് ഈ സുന്നി ദർസ് ഇവിടെ തുടങ്ങാൻ പോവാണ്. ദർസില് നിങ്ങളൊക്കെ സഹകരിക്കണം. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. ചെലവിടാ ഈ തങ്ങൾ വേറെ തങ്ങൾ ഇവിടെ തങ്ങള് മമ്പർത്ത് തങ്ങളാ. മമ്പർത്ത് തങ്ങൾ കഴിഞ്ഞാലും മമ്പർത്തിന് ദർസ് ഇപ്പൊ ഈ ഭാഗത്തേക്ക് എത്തി. അള്ളാഹു ഇവിടെ കണക്കാക്കി മൂപ്പരെ കുട്ടിയാക്കും. അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അങ്ങനെ അൽഹംദുലില്ലാ ഒരുപാട് തങ്ങന്മാരുണ്ട് ഇവിടെ. എനിക്ക് അള്ളാഹു തആല വലിയ ഭാഗ്യം തന്ന ഈ ദർസിന്റെ ഒക്കെ ഖിദ്മ ചെയ്യാന്, പള്ളിന്റെ ഖിദ്മ ചെയ്യാന് ഒക്കെ ചെറിയൊരു ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. നാളെ മരഞ്ചാട്ടി മർക്കസിന്റെ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. 384 മക്കൾ. അതിൽ വാപ്പയും ഉമ്മയും ഇല്ലാത്തവരുണ്ട്, വാപ്പല്ലാത്തവരുണ്ട്, ഉമ്മയില്ലാത്തവരുണ്ട്. ഉമ്മനെ വാപ്പ ഒഴിവാക്കിയവരുണ്ട്.
ഒഴിവാക്കിയതിന്റെ ശേഷം ഉമ്മനെ വേറെ കെട്ടിച്ചു പോയി. പിന്നെ ഈ കുട്ടിക്ക് ആരും ഇല്ലാത്തതായതുകൊണ്ട് ഇങ്ങനെ തുടങ്ങി മൊത്തത്തിൽ ഒക്കെ വള്ളിക്കെട്ടുള്ള കുട്ടികളാണ്. നേരമുള്ള കുറച്ചുള്ളൂ. ഈ കുട്ടികളൊക്കെ ഉസ്താദ് പഠിപ്പിക്കുകയാണ്. നോക്കി നിങ്ങള്. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. വേഗം കൊടുക്കണം എൻ്റെ വത്തക്ക. ഞാൻ വേദറിയുമ്പോൾ അതിൻ്റെ അടിക്കണം എൻ്റെ വത്തക്ക കൊടുക്ക. വത്തക്ക ഉണ്ടാ പിന്നെ ആളുകൾക്ക് ഇന്റെ വേദമൊന്നും ഒന്നും ഉണ്ടാവില്ല. വത്തക്കൊക്കെ പറ്റിയതല്ല, സർവത്തും വത്തക്കൊക്കെ പറ്റിയതല്ലാണ്. അപ്പൊ അങ്ങനെ എന്തിപ്പോ പറഞ്ഞു അപ്പൊ ആ മക്കളെ അൽഹംദുലില്ലാ മക്കളെ ഉസ്താദ് ചേർത്ത് പിടിക്കണം. ആയുസ് വർദ്ധിക്കാൻ ഏറ്റവും നല്ല കാരണമാണ് നമ്മൾ ഈ പാവപ്പെട്ട ആളുകളെ സഹായിക്കുക, പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. ഞാൻ ഇവിടെ വന്നപ്പോ പ്രസംഗിച്ചിന് ഒരു ഉസ്താദ് അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കണതിനെ പറ്റിയൊക്കെ. അറിയണേ മൂപ്പര് പോയോ? മൂപ്പർക്ക് വഴങ്ങിയാണ്. മൂപ്പര് ഇഞ്ഞ് അങ്ങനെ ഞാനുള്ളടത്ത് വേദ അറിയാൻ പറ്റില്ല. ഇത് അപ്പൊ അങ്ങനെ ഞാൻ നേരത്തെ എത്തിക്കണം കേട്ടോ. ഞാൻ വന്നപ്പോൾ നിങ്ങൾ 12 ആളുള്ളൂ. പിന്നെ എൻ്റെ വണ്ടിയിലെ 3 കുട്ടി 15 ആള് അത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ വേറൊരാളുടെ ഒന്നാള് അങ്ങനെ നമ്മളെ മൂസാജി ഉസ്മാക്കാണ്. അപ്പോളോ മൂസാജിന്റെ വഴിയ പാൻറ്റും കുപ്പായൊക്കെ ആണ്. സ്വർണ്ണ കച്ചവട എന്തോ തട്ടുകട. ഇനി അങ്ങനെ തട്ടുകടക്കൊക്കെ ഇതേ ഡ്രസ്സ് വേണം. ഈ വയലിച്ചന്റെ ഒരു ലുങ്കിയുണ്ട് മൗലാന, അതൊക്കെ വലിച്ചെറിഞ്ഞ് ഇതേ മുകളിൽ നിൽക്കുന്ന ആളുകൾ ആംപ്ലേറ്റ് വാങ്ങുള്ളൂ. നല്ല വൃത്തി വേണം, നല്ല ഉഷാറാവണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളെ പറ്റി നാളെ പ്രസംഗിക്കണം. ഉസ്മാക്ക അൽഹംദുലില്ലാഹ്. മൂപ്പരെ കണ്ടപ്പോൾ ഒരു ജ്വല്ലറിന്റെ മാനേജറുമായില്ല. സംഗതി ആംപ്ലേറ്റ് അടില്ല. അങ്ങനെ വേണ്ടിയത്. ചിലവള് കരുതി ഞാൻ ക്യാൻറ്റീനിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ്, അതുകൊണ്ട് പറ്റ വൃത്തിയില്ലാതെ നടക്കാന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇൻഷേഡൊക്കെ ചില ഇതാണ്. നമ്മൾ ഗൾഫിലായ സമയത്ത് ഒരു എങ്ങനെയുണ്ട് ഞങ്ങൾ പോകാൻ പറഞ്ഞ് എനിക്ക് ഗൾഫിൽ 10-20 കൊല്ലായി നിർത്തി പോരാ ആയിരുന്നു സ്വാങ്ങ. ഇപ്പോഴോ അല്ലാ പാവില്ല. അങ്ങനെ അവിടെ തന്നെ നോടി സ്വന്തം തുടങ്ങണ്ട നമുക്ക്. അതെ അല്ലാ അഹ്ദലിയ എന്ന് പേരിടണം നമുക്ക്. അഹ്ദലിയ തട്ടുകട കേട്ടോ. അതന്നെ ഞാൻ വരണ്ട അവിടെ. മബറൂക്ക്. അതെ ഇന്നിപ്പോ ചായ കിട്ടൂലല്ലോ, ഒരു രക്ഷയുമില്ല. അപ്പൊ ഇനിയിപ്പോ എന്ത് വേദനയും കാര്യമില്ല. എന്താ മാമ ചായ കിട്ടൂല. അപ്പൊ വൃത്തിയെ കുറിച്ചാണ് മൂപ്പര് പറയുന്നത്. ഒരു 5 മിനിറ്റ് നിങ്ങൾ വേദ അറിയണം വൃത്തിനെ പറ്റി. അവിടെ ഇരിക്കും. ഉസ്മാക്കാന്റെ വേദ ഉണ്ട്. നിങ്ങൾ എന്തൊരു മാറ്റമുണ്ട്. മാഷാ അല്ലാഹ്. എനിക്ക് ഇങ്ങനത്തെ ആളുകൾ തന്നെ കിട്ടണ്ടേ. നാളത്തെ വേദ ഉസ്മാക്കാനെ പറ്റിയാ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ അൽഹംദുലില്ലാഹ് അപ്പൊ അത് ഉസ്താദ് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളാണ്, ചെയ്യുന്ന ഓരോ പ്രവർത്തനമാണ്. അപ്പൊ ഇതുപോലെയുള്ള കുട്ടികളെയൊക്കെ ചേർത്ത് പിടുത്ത് പഠിപ്പിക്കുകയാണ്. അതാണ് ആയുസ് വർദ്ധിക്കാൻ കാരണം. ആയുസ് വർദ്ധിക്കാൻ ഒരു നല്ല കാരണമാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുക, അയൽവാസികളെ സ്നേഹിക്കുക, പാവപ്പെട്ട ആളുകളുടെ കൈപിടിച്ച് ഉയർത്തുക. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഒഴിവാകുകയും മാത്രമല്ല അവന് ആയുസ് വർദ്ധിച്ചു കൊണ്ടുവരിക്കും. ഇവിടെ ഓൺലൈൻ ഉണ്ടടാ. ഓൺലൈനിൽ ആരും ഉണ്ടോ? ഞാനുണ്ട്. എത്രയുണ്ട് നോക്കാം. 33 ആളോ? 600. അപ്പം വേദറിന് മുതലാവും അല്ലേ? നിങ്ങൾ 32 ആളാണെങ്കിലും 600 ആളാ പെട്ടിൻ്റെ ഉള്ളിലുണ്ട്. ഓലോടാ വേദ. നിങ്ങൾ അങ്ങനെ തന്നെ. ഒരു ബസ്സൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞൊരു പരിപാടിക്ക് വന്നീനെ. കുറി ഉണ്ടോ ബസ് ഉണ്ടോ അവിടെ? ഒക്കെ ഓർമ്മയുണ്ട്. പൂച്ച മാത്രമൊന്നുമല്ല. അങ്ങനെ നമ്മൾ ഇർഫാനിന്റെ മാങ്ങയും സമൂസയും ഇർഫാനിവിടെ ആക്കണം. വരി. അൽഹംദുലില്ലാഹ്. നിർത്തണ സ്വരക്ക് നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിലാ പോണേ. നമ്മളെ കുറ്റിമങ്ങനെ നിൽക്കുക. കുറ്റിമ സംഗതി പൊന്തിയെങ്കിലേ മട്ടത്തിന് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊക്കെ കരുതണം. അപ്പോൾ റെഡിയാവും. കുറ്റി കഴിഞ്ഞല്ലേ അടിച്ചിന്. ഒരു കൊല്ലമായിട്ട് കെട്ടിടായില്ല.
നിങ്ങൾ കരുതാന്ന് ഞാൻ പറഞ്ഞേ. അപ്പൊ അത് ശരിയാവും. നല്ല കാര്യങ്ങൾ ചെയ്യുക. അതാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ ഉസ്താദ് അവർകൾ